ഹായ്. അപ്പം നമ്മൾ അബുദാബി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നിച്ച് റെഡി ആയിട്ടുണ്ട്, ഞാനും റെഡിയായി. അപ്പോൾ ചേട്ടനും കൂടി വരുവാണ്. ചേട്ടൻ വീടൊക്കെ ലോക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിച്ചിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നിച്ച് ഉറങ്ങുമായിരുന്നു ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ. അവിടെ നിച്ചുവിൻ്റെ ഫോട്ടോസൊന്നും നിച്ചിനെ റെഡിയാക്കാനൊന്നും നമുക്ക് നിച്ചിനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കിനി അമ്പലത്തിൽ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. ഓക്കേ. ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോകൂല ഏട്ടാ, ഇപ്പൊ തന്നെ നമ്മള് പോകും. അപ്പൊ അമ്പലത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. നിച്ചിന്റെ ഡ്രസ്സ് കൊള്ളാലേ, പുതിയതായിരുന്നു, ഇതുവരെ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നിച്ചു ഡ്രസ്സ് ഇടുന്നത്. പെട്ടെന്ന് റെഡി ആയി പോവാണല്ലേ. കുറേ നാളെ അമ്പലത്തിൽ പോകണം ഞങ്ങൾ വിചാരിക്കുന്നു, ഇതുവരെയായിട്ട് നടക്കുന്നില്ല. ഒരാള പോയപ്പോൾ അവിടെ എൻട്രി കിട്ടിയില്ല, തിരിച്ചു പോരണ്ടായിട്ടാണ്. പിന്നെ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. ഞങ്ങൾ പോരുവാണ്. ഓക്കെ, ബൈ. അമ്പലത്തിൽ പോകണമെങ്കിൽ അവരുടെ സൈറ്റിൽ അബുദാബി ഹിന്ദു മന്ദിർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫുൾ കവേർഡായിട്ട് ഡ്രസ്സുകൾ മാത്രമേ അനുവദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിൽ എൻട്രി ചെയ്തിട്ടോ. അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടന് നിച്ചുവിന് ഫ്രണ്ടിൽ നടന്നു പോവാണ്. ഇതാണ് വലിയ തിരക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു. പുള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് ഗംഗാരതി ഇപ്പോഴാണോ എന്ന് അറിയില്ല, കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഇത്തവണ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെയാണ് വന്നത്. കഴിഞ്ഞാണ് ഇത്തിരി നൈറ്റ് ഒക്കെ ആയപ്പോഴാണ് വന്നത്. 7 o'clock വരെ രജിസ്ട്രേഷൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അമ്പലത്തിലേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും. സെക്യൂരിറ്റി ചെക്കിങ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഫോട്ടോസും വീഡിയോസും അലൗഡാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള വിഗ്രഹങ്ങളൊന്നും നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാനായിട്ട് പാടില്ല. ഗംഗാരതി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 6:45 കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 6 o'clock ഒക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഗംഗാരതി കാണാനായിട്ട് നിന്നില്ല. ഗംഗാരതി തുടങ്ങുന്ന ടൈമിലാണ് അവിടെ തിരക്കെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് കഴിഞ്ഞോട്ട് നമ്മൾ പുറത്തിറങ്ങി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ തിരക്കില്ലാതെ നമുക്ക് തൊഴുവാൻ പറ്റിയിട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മുടെ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ് മാക്സിമം ഉള്ളൂരേക്ക്. നമ്മളിന്നിപ്പോൾ പുറത്ത് എന്തെങ്കിലും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുള്ളൂ. കിച്ചണിലുള്ള ഫുഡൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ നല്ല സൂപ്പറാണ് കേട്ടോ. രസമുണ്ടാണ്. ഇതാണ് ഇവിടുത്തെ അബുദാബിയിലുള്ള ഹിന്ദു മന്ദിർ. ഗംഗാ പൂജ ഗംഗ അത് തുടങ്ങുന്നത് 6:45 ഇപ്പോൾ 6:15 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂർ കഴിയും ഇനിയിപ്പോൾ അത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്ര നേരം വെയിറ്റ് ഒന്നും ചെയ്ത് നിൽക്കുന്നില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്കെല്ലാം എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ.
നമ്മൾ തിരിച്ചു പോരാൻ നേരത്തെ അവിടുത്തെ പ്രസാദ അക്കൗണ്ട് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റിയിട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസാദം കിട്ടി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.